പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ കഴുത്തിൽ താലിയുണ്ട് എന്നുള്ള കാര്യം വീട്ടുകാർ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ക്രിഷ്. ഇതോടെ ക്രിഷ് ആകെ ഞെട്ടിപ്പോകുന്നു. മാത്രവുമല്ല, ഇതേ തുടർന്നാണ് കൺമണിക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതിന്റെ പേരിൽ നേരിടേണ്ടതായി വരുന്നത് എന്നുള്ള കാര്യവും അറിയാനിടയാകുന്നു. ഇനി എന്തു ചെയ്യും? എങ്ങനെയാണ് കൺമണിയെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള ചോദ്യവും ബാക്കിയായതിനെ തുടർന്ന് ഉത്തരം കിട്ടാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് ഇപ്പോൾ ക്രിഷ്. മാത്രവുമല്ല, എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണമെന്നും അവളെ രക്ഷിക്കണം എന്നുമുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ക്രിഷ് കൺമണിയെ കാണുന്നതിനായി എത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് ചെന്ന് കാണുകയാണ് കൺമണിയെ. കൺമണിയോട് വീട്ടിൽ ഉണ്ടായ പ്രശ്നങ്ങളെ പറ്റി ഞാൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന കൺമണി, ക്രിഷ് സാർ, യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരിക്കലും ക്രിഷ് സാറിന്റെ പേര് അവരോട് പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിഷ് സാർ സേഫ് ആയിരിക്കും എന്ന് ഉറപ്പ് നൽകാൻ എനിക്ക് സാധിക്കുന്നതാണ്. ഇത് കേൾക്കുന്ന ക്രിഷ്, ഞാൻ അങ്ങനെയല്ല കൺമണി പറയാൻ വന്നത്. കൺമണിക്ക് എന്ത് ആവശ്യമുണ്ട് എങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം ഞാൻ കാരണമാണ് കൺമണിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ കൺമണിയെ സഹായിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും അതുകൊണ്ട് തന്നെ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്നുള്ള കാര്യവും ഞാൻ അവരോട് പറയാം. ഞാൻ സത്യങ്ങളെല്ലാം പറയുകയാണ് എങ്കിൽ ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യാം എന്ന് പറഞ്ഞതിനെ തുടർന്ന്, വേണ്ട സാർ, ക്രിഷ് സാർ അതിന് അങ്ങോട്ട് വരേണ്ടതില്ല. ക്രിഷ് സാർ നാണം കെടുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിഷ് സാർ കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്ന് ഞാൻ പറയുന്നത്. എന്തായാലും ക്രിഷ് സാർ ധൈര്യമായിരിക്കൂ. ഈ പ്രശ്നങ്ങൾ എനിക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് കൺമണി. കൺമണിയുടെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് ക്രിഷ് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിരുന്നതല്ല. എന്നാൽ ഇതേ സമയം മാനസ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയായിരിക്കുകയാണ്. കൺമണിയുടെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ടായി എന്ന് അറിയുന്ന മാനസ കൺമണിയെ ചെന്ന് കാണുകയും കൺമണിയോട് എന്ത് സഹായം വേണമെങ്കിലും നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒരു വിധത്തിലും നീ പേടിക്കേണ്ട ആവശ്യമില്ല. നിന്നെ സഹായിക്കുന്നതിന് ഞാനുണ്ട്. നീ ഒറ്റയ്ക്കല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി ഈ പറഞ്ഞ കാര്യം കേട്ടതിനെ തുടർന്ന് സന്തോഷമുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണ് എന്നുള്ള കാര്യം തന്നോട് പറയാൻ ആവശ്യപ്പെടുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് തനിക്കതിന് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് കൺമണി. മാനസ മാഡം, എന്നോട് ക്ഷമിക്കണം. മാഡത്തോട് ഈ കാര്യം തൽക്കാലത്തേക്ക് പറയാൻ എനിക്ക് സാധിക്കുകയില്ല. എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാഡം മനസ്സിലാക്കുകയും വേണം. ഞാൻ അതുകൊണ്ട് തന്നെ ഈ കാര്യം ആരോടും ഇപ്പോൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം വരുൺ അറിയാൻ ഇടയാകുന്നത്. ഇതോടെ വരുണാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. മാത്രവുമല്ല, തന്നെ ചതിച്ച കൺമണിയെ കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട്
അയാൾ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു. ഞാനൊരിക്കലും കൺമണിയിൽ നിന്ന് ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന വരുൺ എന്തിനാടി നീ എന്നെ ചതിച്ചത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. നിന്നെ പോലെയുള്ളവരുടെ സ്വഭാവം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് വ്യക്തമാക്കുന്ന വരുൺ കൂടുതൽ പൈസയുള്ളവനെ കണ്ടപ്പോൾ അവന് കഴുത്തു നീട്ടി കൊടുത്തല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്തു പറയണം എന്നറിയാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി. ഇതേ തുടർന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആ കൃഷ് ആയിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. എന്നെ ചതിച്ച അവനെ എനിക്കൊന്ന് കാണണം എന്ന് വിളിച്ച് പറയുകയാണ് വരുൺ. വരുണിന്റെ അപ്രതീക്ഷിതമായ ഈ ഭാവമാറ്റം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൺമണിയെ. ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.